എപ്പോഴും ജോലിയിൽ മാത്രമാണല്ലോ ശ്രദ്ധ. രാവിലെ ഓഫീസിൽ പോയി വൈകുന്നേരം വരെ ജോലി ചെയ്യുകയല്ലേ. വീട്ടിൽ വന്നാലെങ്കിലും കുറച്ച് കുടുംബകാര്യങ്ങളെ കൂടി ശ്രദ്ധിച്ചൂടെ? അതിനിപ്പോ ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓവർ ടൈം ചെയ്താലേ കമ്പനി കാര്യങ്ങൾ തീർക്കാൻ പറ്റൂ. ആ ജോലിയല്ലേ നമ്മുടെ നിലനിൽപ്പ് പോലും. അതൊക്കെ ശരിയാ. സത്യേട്ടൻ ഇങ്ങനെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണെന്നും എനിക്കറിയാം. എന്നാലും കുറച്ച് ടൈമെങ്കിലും നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരുന്നോടെ? അതിനെന്താ, ഞാനിതൊന്ന് വേഗം ക്ലോസ് ചെയ്യാം. അതുവരെ നീ റെസ്റ്റ് എടുക്ക്. ഇന്ദുവാ, അക്കൗണ്ട് സെക്ഷനിൽ ചെറിയ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അത് പറയാനാവും. ഞാനിപ്പോ വരാം. ഇന്ദു, എന്താ വിളിച്ചേ? സത്യേട്ടാ, എന്റെ ഫോൺ എടുക്കാൻ താമസിച്ചേ? കിടന്നായിരുന്നോ? ഏയ്, ഞാനൊന്ന് ഫോണുമായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാ. എന്തു പറ്റി? പ്രതിഭയെ പേടിച്ചിട്ടാണോ? ഏയ്, അങ്ങനെയല്ല. ഒരു പ്രൈവസിക്ക് വേണ്ടി ഇറങ്ങിയെന്നേ ഉള്ളൂ. അല്ല, എന്താ വിളിച്ചത്? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല സത്യേട്ടാ. അച്ഛനും അമ്മയും ഇന്ന് ഗോകുലേട്ടന്റെ കാര്യം അനന്തമാഷുമായിട്ട് സംസാരിച്ചു. ആണോ? എന്നിട്ട്? ജാമ്യത്തിൽ ഇറങ്ങുന്നതിനെ കുറിച്ച് മാഷ് ഗോകുലേട്ടനോട് സംസാരിക്കാന്ന് പറഞ്ഞു. മാഷ് ജയിലിൽ പോയിട്ട് ഗോകുലിനെ കാണോ? അതെ. മാഷ് സംസാരിച്ച ഗോകുലേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങാൻ തയ്യാറാവുമെന്ന വിശ്വാസത്തിലാ ഞങ്ങളെല്ലാവരും. അതെന്തായാലും നടക്കും ഇന്ദു. നീ സമാധാനമായിട്ടിരുന്നോ. ഗോകുലേട്ടൻ വന്നാ പിന്നെ എനിക്ക് ഓഫീസിൽ വരേണ്ടി വരില്ല. ഗോകുലേട്ടൻ എല്ലാം ഏറ്റെടുക്കും. അതുകൊണ്ട് നീ ഓഫീസിൽ വരാതിരിക്കുന്നത് എന്തിനാ? ഏതെങ്കിലും ഒരു സെക്ഷൻ നീ നോക്കിയാ ഗോകുലിന് അതൊരു സഹായമാവില്ലേ? പക്ഷേ എന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ ഗോകുലേട്ടൻ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. സത്യേട്ടൻ ഗോകുലേട്ടനോട് പറയോ കമ്പനിയിൽ എന്നെയും കൂടി നിർത്താൻ? പിന്നെന്താ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇന്ദു ധൈര്യമായിട്ടിരുന്നോ. താങ്ക് യു. അത് മതി സത്യേട്ടാ. താങ്ക്സ്. അത് മതി സത്യേട്ടാ. ഗുഡ് നൈറ്റ്. ഓക്കെ സത്യേട്ടാ, ഗുഡ് നൈറ്റ്. നീ എന്താ ഇവിടെ വന്നിക്കുന്നേ? കിടന്നില്ലേ? ഇന്ദുവിനോട് എന്താ സത്യേട്ടന് ഇത്രമാത്രം സംസാരിക്കാനുള്ള? പകല് മുഴുവൻ ഓഫീസിൽ നിങ്ങൾ ഒരുമിച്ചല്ലേ? പറയാനുള്ളതൊക്കെ അവിടെ വെച്ച് പറയാലോ. പിന്നെ രാത്രിയിൽ എന്തിനാ അവള് സത്യേട്ടനെ വിളിക്കുന്നത്? വിളിച്ചാൽ എന്താ കുഴപ്പം? ഓഫീസ് കാര്യമായിരിക്കും, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഓഫീസ് കാര്യമാണെങ്കിൽ അത് മുറിയിലിരുന്ന് സംസാരിച്ച പോരെ, ഫോണുമായിട്ട് പുറത്തേക്ക് പോണോ? ദേ പ്രതിഭേ, നീ ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ഭർത്താവിന്റെ കാര്യത്തിൽ ഭാര്യയല്ലാതെ പിന്നെ ആരാണ് ഇടപെടേണ്ടത്? നീയും ഇന്ദുവും രാത്രിയിൽ ഫോണിൽ സംസാരിക്കുന്നതിന്റെ പേരിലുള്ള പ്രശ്നം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. നിന്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ നിർത്തിക്കൂടെ? ഞാൻ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിക്കുന്നത്, അല്ലാതെ അമ്മ ഇവളും കരുതുന്ന പോലെയല്ല. നീ ഇനി എന്ത് കാര്യം സംസാരിച്ചാലും എടാ, ഭർത്താവ് ഉപേക്ഷിച്ചൊരു പെണ്ണാ ഇന്ദു. മാത്രമല്ല, നീ ഒരിക്കൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോളാ. അപ്പൊ പിന്നെ നിന്റെ ഭാര്യയ്ക്ക് എങ്ങനെ സംശയം തോന്നാതിരിക്കൂടാ? ദേ, ഇന്നത്തോടെ നിർത്തിക്കോ സത്യ, ഇല്ലെങ്കിൽ നിന്റെ കുടുംബം തകരും. അല്ലെങ്കിലേ പ്രതിഭയെ വിളിച്ചോണ്ടുപോകാൻ തയ്യാറായി നിൽക്കുക അവളുടെ അച്ഛനും അമ്മയും. ഇതിന്റെ പേരിൽ ഇവളെ അവർ കൊണ്ടുപോവാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ. നീ നാളെ തന്നെ പൊയ്ക്കോ പ്രതിഭേ.